കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം 2025 ഭിന്നശേഷി കുട്ടികളുടെ രാഗലയം ഗ്രൂപ്പിന്റെ സ്വാഗത നൃത്തത്തോടുകൂടി തുടക്കമായി. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ദേവതീർത്ത് വായ കൊണ്ടുവരച്ച ചിത്രം മന്ത്രിക്ക് കൈമാറി. ഗായിക ജസീല സലീമിന്റെ ഗാനമേളയും നടന്നു. ജനുവരി 27 നടക്കുന്ന സമാപന സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. പുഷ്പോത്സവം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നതാണ്. പുഷ്പോത്സവം സംഘടിപ്പിച്ച സംഘാടകർ ആയിരങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. അവർക്കത് കണ്ണിനും മനസ്സിനും കുളിർമയായി മാറുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അതിമനോഹരമായി അതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുറച്ചിടം മാത്രമേ ഞങ്ങൾക്കെല്ലാം കൂടി നടന്നു കാണാൻ കഴിഞ്ഞുള്ളൂ. കണ്ടിടത്തോളം തന്നെ അതിമനോഹരം തന്നെയാണ്. പൂക്കൾ മാത്രമല്ല, ചില ചെടികൾ തന്നെ അതിൻ്റെ ഇലകളുടെ നിറങ്ങൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി നിൽക്കുമ്പോൾ എത്ര ഒരു സന്തോഷകരമായ കാഴ്ചയാണതെന്ന് നോക്കുക. പല വർണ്ണത്തിലുള്ള ഇലകൾ കൊണ്ട് പൂക്കളേക്കാൾ മനോഹരമായി തന്നെ നിൽക്കുന്ന ആ ചെടികൾ ഏതൊരാളിൻ്റെയും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒന്നാണ്. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ മുഖ്യ ആകർഷണം 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന വർണ്ണോദ്യാനമാണ്. ജൈവവളം, ജൈവ കീടനാശിനികൾ, മൺപാത്രങ്ങൾ തുടങ്ങിയവയ്ക്കായി സ്റ്റാളുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച അക്വാസ്കേപ്പിംഗും പുഷ്പോത്സവത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. സംസ്ഥാനത്തിനകത്തെയും അന്യസംസ്ഥാന നഴ്സറികളിൽ നിന്നുമുള്ള ഔഷധ സസ്യങ്ങളും നടീൽ വസ്തുക്കളും വിവിധ തരത്തിലുള്ള ചെടികളും ചൈനയിൽ നിന്നുള്ള ഇരപിടിയൻ ചെടിയും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് കോർട്ട്, അനർട്ട്, വനം വകുപ്പ്, ഫിഷറീസ്, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ, ആറളം ഫാം, കരിമ്പം ഫാം തുടങ്ങിയവയുടെ പവലിയനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. 5 വയസ്സിന് താഴെയും 80 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൗജന്യമാണ്. 60 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. 12 ദിവസങ്ങളിലായി നടക്കുന്ന പുഷ്പോത്സവത്തിൽ സലാഡ് അറേഞ്ച്മെന്റ്, പാചകം, പുഷ്പറാണി, പുഷ്പരാജ മത്സരങ്ങൾ, വെജിറ്റബിൾ കാർവിംഗ് ക്ലാസുകൾ, കൊട്ടമെടയൽ, മൊബൈൽ ഫോട്ടോഗ്രാഫി, കാർഷിക ഫോട്ടോഗ്രാഫി, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ജനറൽ കൺവീനർ രത്നാകരൻ VP സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ IAS അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ MN സംസ്ഥാന കാർഷിക അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ബിന്ദു K. അഗസ്റ്റിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ KC വത്സല നന്ദി പറഞ്ഞു. മഴവില്ലിനേഴു നിറങ്ങളലിയും ഹൃദയം പാടുന്നു.